ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രെൻഡിങ് ആയുള്ള ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റാവുന്നൊരു ഐഡിയ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒന്നുകിൽ നമുക്ക് റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയറോ വെച്ചിട്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള നെക്ക് എത്ര ലെങ്ത് ആണോ വേണ്ട, എത്ര വൈഡാണ് വേണ്ട, അത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ക്യാൻവാസ് വെക്കുന്നവർക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത് വെച്ച് തയ്ക്കുകയാണെങ്കിൽ ക്ലോത്ത് വെച്ച് തയ്ക്കുക. തയ്ച്ച് മറിച്ച് നെക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. നെക്ക് നമ്മൾ ക്ലോത്ത് വെച്ച് തയ്ച്ച് മറിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓർഡർ വിട്ടിട്ട് പോകാണ്ടിരിക്കും. അതായത് നെക്കിൻ്റെ കറക്റ്റ് ആ ഒരു വൈഡ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ചോക്ക് വെച്ച് ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നെക്ക് തയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് നെക്കിന് ഫിനിഷിങ് കിട്ടാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാന ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെഗുലേറ്റർ വളരെ ചെറുതിൽ മാത്രം ഇട്ടാലാണ് ഏറ്റവും നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ചെറിയൊരു ക്ലോത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെക്കിൻ്റെ വൈഡ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നെക്കിന് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നും അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കണം. പിന്നെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് അനുസരിച്ചും ഒക്കെ എങ്ങനെയാണ് ബോഡി മെഷർമെൻറ്റിന് അളവെടുത്തിട്ട് ചുരിദാർ തയ്ക്കുന്നതും ബോഡി മെഷർമെൻറ്റിന് അളവെടുത്തിട്ട് ബ്ലൗസ് തയ്ക്കുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് എത്രയാണ് വൈഡ് കൊടുക്കേണ്ടതെന്നും നെക്കിന് എത്രയാണ് ലെങ്ത്ത് കൊടുക്കേണ്ടതെന്നും ലെങ്ത്തിന് ബേസ് ചെയ്തുകൊണ്ട് വൈഡ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കി നോക്കുക. അതിന് ചെറിയ പ്ലാലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും പ്ലാലിസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നെക്ക് നമ്മൾ തയ്ച്ച് മറിക്കുക. ഒന്നുകിൽ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പതിച്ചടിക്കാവുന്നതും കൂടിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം കൂടി എക്സ്ട്രാ അടിക്കാം. പക്ഷേ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് തയ്ച്ച് മറിക്കുകയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഔട്ട് സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ പുറത്തേക്ക് നമ്മൾ ആദ്യം തയ്ച്ച ശേഷം നമുക്ക് പതിച്ചും കൂടി തയ്ക്കാവുന്നതാണ് കേട്ടോ. അല്ലാത്തത് നമ്മൾ വേറെ എക്സ്ട്രാ ഡിസൈനും കുറച്ചും കൂടി ചെറിയ ചെറിയ വക ഡിസൈനുകളൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പതിച്ചടിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഷേപ്പുകൾ അനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. റൗണ്ടിന് സ്ക്വയറിന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അല്ലാത്തതൊക്കെ നമുക്ക് ഈ ഒരു 2 പ്രാവശ്യം മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ. ആദ്യം തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത ശേഷം നെക്കിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ തയ്ച്ച് മറിച്ച് ശേഷം പതിച്ചടിക്കാനേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം പതിച്ചടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തന്നെ റൗണ്ടിനും സ്ക്വയറിനും നമുക്ക് 2 പ്രാവശ്യം പതിച്ചടിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നെക്ക് തയ്ക്കുമ്പോൾ 2 പ്രാവശ്യം തയ്ക്കണം. നമ്മളിതിനകത്ത് ഒരു പ്രാവശ്യം തയ്ച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 4 ഇഞ്ചിനും കൂടി ഒരു പ്രാവശ്യം കൂടി തയ്ക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പുറത്തോട്ട് നീക്കിയിട്ട് തയ്ച്ചെടുത്താലേ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമ്മളത് നെക്കിൻ്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഇനി നിങ്ങൾക്ക് എത്ര വീതിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ക്ലോത്ത് അത് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. 1 ഇഞ്ച് 1.5 ഇഞ്ച് വരെ മാക്സിമം ഈ വീതി എടുക്കാൻ പാടുള്ളൂ. അതിനേക്കാളും വീതി എടുക്കുമ്പോൾ ഭംഗി കുറയും കേട്ടോ. ഇത് നമുക്ക് നെക്ക് തയ്ക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ തയ്ക്കാവുന്നതാണ് കേട്ടോ. നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചാലും കുഴപ്പമില്ല. ഇടയിൽ വെച്ച് തയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷനും ഫിനിഷിങ്ങും കിട്ടുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് സെയിം അതേ വീതി തന്നെ വേണം കേട്ടോ. അതുമായി ബന്ധപ്പെടുന്ന ഒരു മാച്ചിങ് ആയ ഒരു കളർ തന്നെ എടുക്കണം. ഈ ഒരു ഡിസൈനോട് മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെ നമ്മൾ തുണി ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തന്നെ വീതിയും അതിൻ്റെ തന്നെ ലെങ്ത്തും വേണം. നമുക്ക് യോക്ക് പോർഷനിൽ എത്രത്തോളം വീതി ഉണ്ടോ അത്ര തന്നെ നമുക്ക് വീതിയും വേണം. അതേപോലെ തന്നെ ലെങ്ത്ത് ഇറക്കവും വേണം കേട്ടോ. എന്നിട്ട് 2 സൈഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വല്ല എന്താ പറയുക ഡിസൈൻ ചെയ്യാൻ പറ്റാവുന്ന ലേസോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ പേൾ വെച്ചിട്ടുള്ള ലേസ് വരുന്നുണ്ട്, അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ക്ലോത്ത് വെച്ചിട്ടുള്ള പോലെ ലേസ് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ലേസ് മാത്രമായിട്ട് പിന്നെ ഗോൾഡൻ കളറിലുള്ള ലേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ആ സൈഡിൽ വയ്ക്കാം. നമുക്കിത് അത്യാവശ്യം പ്രിൻ്റഡ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വെറുതെ മടക്കി അടിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന അത് സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. അതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് പിടിക്കണം കേട്ടോ. ഈ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം അതൊരു നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട്. സെൻറ്റർ കൃത്യമായിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ വരച്ചേക്കണത് ലൈറ്റായിട്ട് വരച്ചാൽ മതി. നമ്മളത് തയ്ച്ച് പോകുമ്പോൾ അതങ്ങനെ കാണുമൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന ശേഷം നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം തന്നെ അടയാളപ്പെടുത്തി കൊടുത്ത് വെച്ചിട്ട് 2 സൈഡിലോർക്കും ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സൈഡ് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് പിന്നീട് ആം ഹോൾ കട്ട് ചെയ്യണേക്കാട്ടിലും മുമ്പ് ഈ സംഭവം വെക്കണേക്കാട്ടിലും മുമ്പ് ആം ഹോൾ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ യോക്ക് പാർട്ട് ആദ്യമേ കട്ട് ചെയ്യുമല്ലോ, അതിനകത്ത് നമ്മൾ ആം ഹോൾ ആദ്യമേ കട്ട് ചെയ്ത് വെക്കും. ഇപ്പം നമ്മൾ ഇതിനകത്ത് ലാസ്റ്റാണ് ആം ഹോൾ കട്ട് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ വീതി വേണമെങ്കിൽ ഒന്നും കൂടിയും കുറയ്ക്കാം. അല്ല നമുക്ക് ഈ ഉള്ള വീതി അതേപോലെ തന്നെ എടുക്കണം എന്ന് വെച്ചാൽ ആ രീതിക്ക് അനുസരിച്ച് എടുക്കാം. ഇതിനകത്ത് അതിൻ്റെ ഉള്ള വീതി മുഴുവൻ എടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈനിൽ ഇതിൻ്റെ വീതി നല്ല ഭംഗിയായി തോന്നിയത് കൊണ്ട് ആ ഉള്ള വീതി മുഴുവൻ എടുത്തു. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒതുക്കി വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ആ ഒരു ഭാഗം ഉള്ളിലോട്ട് മടക്കി അടിക്കുന്ന ഭാഗം എടുക്കാവുന്നതാണ്. താഴെ ഭാഗത്ത് മാത്രമാണ് നമ്മൾ തയ്ച്ചത് കേട്ടോ.
അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീതി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ടില്ലേ അതേപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ നെക്കുമയ്ക്ക് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്നും കൂടി പ്ലീറ്റ്സ് ഇട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഡയറക്റ്റ് ആ യോക്കിൻ്റെ യഥാർത്ഥ നെക്കിൻ്റെ ആ സംഭവത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പ്ലീറ്റ്സ് ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോഴാണ് ആ സൈഡ് കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് വരുന്നത്. എക്സ്ട്രാ ക്ലോത്ത് മുഴുവൻ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോളിനെ വരച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ആ സൈഡ് ഭാഗത്ത് പ്ലീറ്റ്സ് പിടിക്കുക. വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്യാം. ഫാബ്രിക് പിന്നുണ്ടല്ലോ, അത് നമ്മൾ പ്ലീറ്റ്സ് പിടിക്കുമ്പോൾ ഓരോ പ്ലീറ്റ്സുമേയും പിൻ ചെയ്ത് വേണമെങ്കിൽ വെക്കാം. ഇത് ചെറിയ ഒരു ഇതായതുകൊണ്ട്, മെറ്റീരിയൽ ആയതുകൊണ്ട്, പിന്നെ ഫസ്റ്റും ലാസ്റ്റും എവിടം വരെ എത്തണം എന്ന രീതിയിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാവണം കേട്ടോ. രണ്ട് സൈഡ് ഈക്വൽ ആയാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഒരെണ്ണം മുകളിലോട്ട് കയറി ഒരെണ്ണം താഴത്തോട്ട് ഇറങ്ങി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഏകദേശം ഒരു 4.5 ഇഞ്ച് 5 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ അപ്പുറത്തെ സൈഡും എടുക്കുമ്പോൾ അതേ ഈക്വൽ ലെങ്ത്തിൽ തന്നെ എടുക്കണം കേട്ടോ. അതേപോലെ താഴെ എൻഡിങ്ങിൽ നമ്മൾ എത്രത്തോളം വീതിയിൽ എടുത്തിട്ടുണ്ടോ സൈഡ് ഭാഗത്ത് അതുപോലെ അത്രേ ഇറക്കത്തിൽ തന്നെ ഇത് ഈ ഇപ്പുറത്തെ സൈഡും എടുക്കണം. രണ്ട് സൈഡ് ഈക്വൽ ആവണം. അതാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അതിനനുസരിച്ച് പ്ലീറ്റ്സ് ഇടണം. രണ്ട് സൈഡിലും എത്രത്തോളം പ്ലീറ്റ്സ് ഇടണോ ഒരു സൈഡിലിട്ട പ്ലീറ്റ്സ് അതേ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ അതേപോലെ അത്ര തന്നെ പ്ലീറ്റ്സ് ഇടുന്നതാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ. അതിനുശേഷം ബാലൻസുള്ള സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ സിമ്പിളാണ് ചെയ്യാനായിട്ട്. സെയിം ലെങ്ത്ത് തന്നെ വേണമെന്ന് മാത്രം, അതായത് വീതി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 40 ഇഞ്ച് സൈസിൻ്റെ ഒരു ഇതാണ് നല്ലൊരു ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ഇഞ്ച് വീതിയിൽ തന്നെയുള്ള തുണി തന്നെ എടുക്കണം. അപ്പോഴെടുത്ത ശേഷം ആകുമ്പോൾ സൈഡ് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ പറ്റുള്ളൂ. മാച്ചിങ് ആയുള്ള ക്ലോത്ത് ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ പറയുന്ന വീഡിയോസിൽ മാത്രമാണ് കമൻറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായൊരു ഒരു കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ അടുത്തൊരു പുതിയ ഒരു നെക്ക് ഡിസൈനായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ, സീ യു. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്. ഇതിൻ്റെ വീതി നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കാം, നമ്മുടെ മുതിർന്നവർക്കുള്ള ഫ്രോക്കിനും വെച്ച് കൊടുക്കാം. നമുക്ക് ചുരിദാർ തയ്ക്കണമെങ്കിൽ അതിലും ചെയ്യാം. ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ്.